ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് റമദാനൊക്കെ വരിക, ചൂട് കാലാണ്, കുറച്ചും കൂടി തണുത്തോട്ടെന്ന് കരുതിയിട്ട് വെള്ളം ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നു എടുത്ത് വരുന്നവനാണ് കൂലി കൂടുതൽ. സാന്ദർഭമായി ഒന്ന് ഉണർത്തിയതാണ്, ശ്രദ്ധിക്കാൻ വേണ്ടി. എപ്പോഴും ഒളു വേണം. ഒളു ചെയ്യേണ്ടത് എപ്പോഴും വീട്ടിൽ നിന്ന് ഒളു എടുക്കണം. അതിന്റെ വെള്ളം ഒരൽപ്പം 1/3 കൂടി പോയാൽ തന്നെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് തന്നെ കറാഹത്താണ്. ഒളുവിന് വേണ്ടി എടുക്കുമ്പോഴാണ് പറയുന്നത്, നിസ്കാരത്തിന് വേണ്ടി എടുത്തതാണ്. പള്ളി വന്നെടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ കാല് കഴുകാൻ വേണ്ടി പൈപ്പ് തുറന്നു വെച്ചിട്ട് എത്ര നേരമാണ് കാല് കഴുകുന്നത്. 10 മിനിറ്റ് എടുക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്താലും പൈപ്പ് ഓഫ് ചെയ്യൂല. മുഖം കഴുകാൻ ഇങ്ങനെ കോരി അങ്ങ് ഒഴിക്കുക. മാസവരി 500 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 50 രൂപ കൊടുക്കുന്നുണ്ടാവും. ഈ മാസവരിയുടെ കണക്ക് പറഞ്ഞിട്ട് ഈ വെള്ളം മുഴുവൻ കോരി തീർക്കുക. നീ 500 അല്ല 50,000 കൊടുത്തെന്ന് പറഞ്ഞാലും 3-ൽ നിന്ന് 4-ാമത്തെ വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ്. പൊതു സ്വത്തിൽ നിന്ന് വളരെ ശ്രദ്ധിക്കണം. ഇത് പണ്ഡിതന്മാർ ഐക്യത്തോടുകൂടി പറഞ്ഞ വിഷയമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബിസഅദ് വഹുവ യതവല്ലഉ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ട് ഒരു നദിയുടെ തീരത്തിരുന്നുകൊണ്ട് വുളൂ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിലൂടെ നടന്നു പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ, മസ്റഫു യാ സഅദ്, മസ്റഫു യാ സഅദ്, എത്ര വലിയ തൂർത്താണ് സഅദേ നീ നടത്തുന്നത്, ഇത് വലിയ തൂർത്താണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അഫിൽ വുളൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്, വുളൂ ചെയ്യുകയാണ് നബിയേ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുക്കുന്ന വെള്ളത്തിൽ ഇസ്റാഫുണ്ടോ, ദൂർത്തുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം സഅദ്, ഉണ്ട് സഅദേ, വഇൻ കുൻത അലാ നഹരി ജാരിൻ, അതിശക്തമായി നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ വുളൂ എടുക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒരൽപ്പം പോലും വെള്ളം 3-ൽ നിന്ന് കൂടുതലായി എടുക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നദിയുടെ തീരത്തിരുന്ന് വുളൂ എടുക്കുക. നല്ല നിറഞ്ഞ് കവിഞ്ഞു വരുന്നതാകുന്ന ജലാശയം, സമുദ്രം, അതിന്റെ അറ്റത്തിരുന്ന് നീ വുളൂ എടുത്താൽ പോലും ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് 4-ാമത്തെ വട്ടം നീ എടുക്കരുത്. അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മുടെ ഉമ്മത്ത് പഠിക്കേണ്ടതാണ്. അര ബക്കറ്റ് വെള്ളം ഒരു സാ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിരുന്നു, ഹദീസിൽ കാണാം. എത്രയാ? അര ബക്കറ്റ് വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നബി കുളിക്കുന്നതൊക്കെ എപ്പോഴും അങ്ങനെയാണെന്ന് അർത്ഥം. അര ബക്കറ്റ് വെള്ളം നമ്മളെ കൊണ്ട് പറ്റുമോ? പൈപ്പിലൊന്ന് പിടിക്കണം അര ബക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാ? നാളെ മുതൽ ഒന്ന് കുളിച്ചു നോക്കുക. ശരീരത്തിലൊന്നും വെള്ളം എത്തൂല. അതൊക്കെ എത്താനുള്ള വകുപ്പ് എന്താന്ന് പറഞ്ഞാല് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നീ കുളിച്ചോണ്ട് നിൽക്കാണ്, അല്ലെങ്കിൽ വാഷ്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പൈപ്പിലെ വെള്ളവും തീർന്നു, എനക്ക് ഇറങ്ങാനും വരാനും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ ഈ അര ബക്കറ്റല്ല 1/4 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നടക്കും. നല്ല റാഹത്തായിട്ട് എല്ലാ കാര്യം നടക്കും. ഇത് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് മനസ്സിലിങ്ങനെ കടക്കുക. അതുകൊണ്ടാണ് ഈ പൈപ്പ് ഇങ്ങനെ തുറന്നു വെക്കുന്നത്. എപ്പോഴും വെള്ളം ഉപയോഗിക്കുമ്പോൾ പൈപ്പ് ബക്കറ്റിൽ പിടിച്ചിട്ട് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ തന്നെ ശരിക്കും നല്ലത്. കാരണം അതിനൊരു അളവുണ്ടാകും, കറക്റ്റ് ഉണ്ടാവും. ഷവറൊക്കെ ആവുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം കൂടുതൽ ഉപയോഗിക്കാം. ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ലിറ്റർ കണക്കിന് വെള്ളം പുറത്തു പോകും. ഓരോ മിനിറ്റിലും ലിറ്റർ കണക്കിന് വെള്ളം നിറപ്പിക്കൊണ്ടിരിക്കും. ഉപയോഗം കൂടുക. പരമാവധി എപ്പോഴും നല്ലത് പൈപ്പ് തുറന്നു വെച്ചാൽ പഴയ രീതിയാണ് എപ്പോഴും നല്ലത്. പൈപ്പ് തുറന്നു വെക്കുക, ബക്കറ്റിൽ വെള്ളം പിടിക്കുക, അതുകൊണ്ട് കുളിക്കുക. കറക്റ്റാണ്. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ റാഹത്തായിട്ട് കുളിക്കാൻ പറ്റും. കുളി എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അത് നല്ല റാഹത്തായിട്ട് നല്ല രീതിയിൽ നോക്കി ഉപയോഗിക്കണമെന്നർത്ഥം. ഇനിയുള്ള കാലം വെള്ളത്തിന് വേണ്ടി യുദ്ധം നടക്കാൻ പോകുന്ന കാലഘട്ടമാണ്. എത്ര ആളുകൾ വെള്ളം കിട്ടാതെ ഒരു നേരത്തെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്.
അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയ എത്രയോ സാധുക്കളായ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന തൗഫീഖ് വളരെ വലുതാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ വളരെ ഹിസാബ് ഉണ്ടാകും, നാളെ ആഖിറത്തിൽ ഉണ്ടാകും. ആയിക്കോട്ടെ. പക്ഷെ മൂത്രപ്പുരയിൽ ചില മിക്ക പള്ളികളിലും ഇപ്പോൾ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം മിക്ക പള്ളികളിലും കണ്ടുവരുന്നുണ്ട്. ആണുങ്ങൾക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്ന് നീട്ടിപ്പിടിച്ച് റാഹത്തായിട്ട് മൂത്രം ഒഴിക്കാം. അതിന് പറ്റുന്ന സൗകര്യത്തിന് നല്ല റാഹത്തുള്ള മൂത്രപ്പുര പണിത് വെക്കുക. ആലോചിച്ചു പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇവൻ ഇരുന്ന് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നവനായിരിക്കും. നീ ഈ സൗകര്യം ചെയ്തതിന്റെ പേര് അവനിപ്പോ എന്തായി? അവൻ ഈ നിന്ന് മൂത്രം ഒഴിക്കാൻ മെനക്കെട്. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? ഈ സാധനം നീട്ടിപ്പിടിച്ച് മൂത്രം ഒഴിക്കും. ഇത് തെറിച്ചിട്ട് ഇതിന്റേതാകുന്ന അംശം ചെയ്തൊക്കെ വസ്ത്രത്തിലോട്ട് ഇങ്ങോട്ട് റിട്ടേൺ വീഴ. ഇതുമായിട്ടാണ് നേരെ വന്ന് ഖത്തീബിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അസ്സലാമു അലൈക്കും. അതോടെ ഏകദേശം തീരുമാനമായി. ഖത്തീബിന്റെ ഡ്രസ്സേലുമായി നാട്ടുകാരുടെ മുഴുവൻ നിസ്കാരവും പോവും. ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ്, ഈ കാണിച്ച ചെയ്തി കാരണമാണ്. അതുകൊണ്ട് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമുള്ള ബാത്റൂമുകളൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യരുത്. അവനവന് അതുപോലെ ആരോഗ്യസ്ഥിതി ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തോളൂ. പൊതുവായിട്ടുള്ളതിൽ ചെയ്തു വെക്കരുത്. കാരണം ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരെ ഇത് കാണുമ്പോൾ അത് ഇഷ്ടം വരും. പിന്നെ അതിനോട് താല്പര്യവും ഇന്ന് നിസ്സാരമാക്കാണല്ലോ ഈ മൂത്രമൊക്കെ. ഈ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ ഒരു അനുഭവം, ഒരു ചെറിയ തുള്ളി നമ്മുടെ വസ്ത്രത്തിൽ ധരിച്ചാൽ തീർന്നു. കാരണം നിസ്കരിക്കുമ്പോൾ എന്തെല്ലാം ശരീരം ശുദ്ധി വേണം, വസ്ത്രം ശുദ്ധി വേണം, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധി വേണം, അവിടെ വിരിച്ചിരിക്കുന്ന മുസല്ല ശുദ്ധി വേണം, ഒക്കെ ശുദ്ധിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് നജസ് വന്നാൽ പോയി. മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സമയത്ത് പാൻസിന്റെ സിപ്പ് മാത്രം തുറന്നു മൂത്രം ഒഴിച്ചു. നിന്ന് മൂത്രം ഒഴിക്കുന്നവൻ എങ്ങനെയൊക്കെ ഇനി കാണിച്ചെന്ന് പറഞ്ഞാലും സിപ്പിട്ട് അടയ്ക്കുന്ന സമയത്ത് ഒരു തുള്ളി എന്താവും അവന്റെ ആ വസ്ത്രത്തിലേക്ക് ഒരു തുള്ളി എത്തിയാൽ മതി. നിസ്കാരം പോയി. ഇനി തറാവീഹ് 20 അല്ല 300 റക്അത്ത് നിസ്കരിച്ചെന്ന് പറഞ്ഞാലും നിന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കും. കാരണം നിസ്കാരത്തിൽ എന്ത് നിബന്ധനയാണ്? ഷർത്ത് പെട്ടതാണ്, ശുദ്ധി നിർബന്ധമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു ഹദീസ് തന്നെ ഉണ്ടല്ലോ, നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മദീന പള്ളിയുടെ ജന്നത്തുൽ ബഖീയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടുപേരെ ഖബറിൽ ശിക്ഷിക്കുകയാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇന്നഹുമാ ലയുഅയബാനി ഫീ ഖബരിഹിമാ. രണ്ടാളുകൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കുകയാണ്. സഹാബ, ഖബറിൽ ശിക്ഷയാണ്, ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ ഭൂമിയുടെ പുറത്ത് നിന്നുകൊണ്ട് നോക്കി മനസ്സിലാക്കാൻ സാധിച്ച പ്രവാചകർ ഉള്ളതുകൊണ്ടാണ് ആ ഖബറാളുകളുടെ അവസ്ഥ റസൂലുള്ളാഹി വിശദീകരിക്കുന്നത്. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എന്താണ് കാര്യം? റസൂലേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമത്തെ ആള് മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ ശുചീകരിക്കാറില്ല, ധൃതി കാണിച്ചു പോകുന്നവനാണ്. അവന്റെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് നജസ് പുരളുകയാണ്. അതുമായി നടക്കുന്നവർ, അതുമായി നിസ്കരിക്കുന്നവർ, അവനാണ് ഈ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ ആളോ അവൻ നമീമത്തുമായി നടക്കുന്നവനാണ്, ഏഷണിയാണ്. രണ്ടുപേരെയുമാണ് ഖബറിൽ ശിക്ഷിക്കുന്നതായി നാം കാണുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഈ രീതിയിൽ സമുദായത്തെ ഉത്ബോധനം നടത്തിയെങ്കിൽ ഈ രണ്ട് വിഷയവും ഗൗരവമാണ്. ഖബറിൽ പോയി സുഖമായിട്ട് കിടക്കാൻ പറ്റൂല, അവിടെ പോലും സന്തോഷം കിട്ടൂല. അതുകൊണ്ട് മൂത്രമൊക്കെ ഒഴിച്ചാൽ നല്ല റാഹത്തായിട്ട് വൃത്തിയായിട്ട് കഴിക്കും, ഒരു ധൃതിയും കാണിക്കണ്ട. അതിനൊരു 2 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. അല്പം പ്രായമായവരൊക്കെ എന്താവും മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ മൂത്രനാളിയിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി ഒരല്പം ടൈം എടുക്കും. അപ്പൊ ധൃതി പിടിച്ചുകൊണ്ട് പോരണ്ട. അതിനാണ് ഇമാമിങ്ങൾ പറയുന്നത്, 1-2 പ്രവർത്തനങ്ങൾ കൊണ്ട് ആ മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്ന മൂത്രനാളിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാൻ എന്ത് ചെയ്യണം? ഇടതുഭാഗത്തേക്ക് ആസ്വദിച്ചിരിക്കുക മാത്രമല്ല, തൊണ്ടയൊന്ന് അനക്കണം.
ഈ തൊണ്ടേനക്കലൂടെ അത് പുറത്തു പോകും. ഇസ്തിബ്റാ എന്നാണ് ഇമാമുകൾ അതിനെ പറയാ. അല്ലെങ്കിൽ ചെറുതായിട്ട് എന്ത് ചെയ്യണം, ശരീരത്തിലെ വസ്ത്രത്തിലൊന്നും പുരളാതെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 അടിയൊന്നും നടക്കണം മൂത്രപ്പുരയിൽ തന്നെ. അപ്പൊ ആ അല്പന്തവും ഉള്ളതാ കെട്ടിക്കിടക്കുന്നത് പ്രായമുള്ളവർക്കറിയാം. പക്ഷെ പുതിയ തലമുറ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ നമ്മൾ ഈ തൊണ്ടയനക്കൽ ഇപ്പൊ ഇല്ല, ഇതുള്ളത് ഇപ്പൊ തഹിയ്യാത്തിലാണ് ഇമാം ഒരല്പം വൈകി പോയ ഈ തൊണ്ടയനക്കൽ നമ്മൾ അങ്ങോട്ട് വെച്ചു. ഈ തൊണ്ടയനക്കൽ എവിടെയാ വേണ്ടത്? മൂത്രപ്പുര വേണ്ട തൊണ്ടയനക്കാണ്. അത് നീ നിസ്കാരത്തിൽ എടുത്തു. അതാ ഞാൻ പറഞ്ഞത്. അവിടെ നിസ്കാരത്തിൽ തൊണ്ടയനക്കാൻ പറഞ്ഞിട്ടുമില്ല. നമുക്കറിയാത്ത മസലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫിറ്റ് ചെയ്തിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഇത് നിസ്സാര വിഷയമല്ല എന്നർത്ഥം. നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരല്പം പോലും നജസ് നമ്മുടെ ശരീരത്തിൽ പുരളാൻ പാടില്ല.